Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക്കായ കൈനമാറ്റിക് മെത്തേഡ്. കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് സ്ട്രക്ചേഴ്സിന്റെ കൊളാപ്സ് ലോഡ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. First problem, determine the collapse load in the propped cantilever beam shown in figure. So, questionൽ ഒരു propped cantilever beam തന്നിട്ടുണ്ട്. ഈ cantilever beam throughout its length UDL ആണ് carry ചെയ്യുന്നത്. So, ഈ സ്ട്രക്ചറിന്റെ collapse load determine ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. കൈനമാറ്റിക് മെത്തേഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ലെക്ചറിൽ മെൻഷൻ ചെയ്തതുപോലെ ഫസ്റ്റ് കൊളാപ്സ് മെക്കാനിസം ഫോം ചെയ്യാം. ഏതൊക്കെ പോയിന്റ്സിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോ സപ്പോർട്ട്സ് എടുക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് സപ്പോർട്ട്സിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ബീമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എ ഫിക്സ്ഡ് ആണ്, സോ എയിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. ബട്ട് ജോയിന്റ് ബി ഹിഞ്ച്ഡ് ആണ്, സോ ജോയിന്റ് ബിയില് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യില്ല. അപ്പോ സപ്പോർട്ട്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എന്ന സപ്പോർട്ടിൽ മാത്രമേ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുള്ളൂ. ഇനി സ്പാനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. യൂഷ്വലി പോയിന്റ് ലോഡ്സ് ആണ് വരുന്നതെങ്കിൽ ലോഡിന് താഴെയായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. UDL ആണ് വരുന്നതെങ്കിൽ ഏത് പോയിന്റിലാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആ പോയിന്റിലായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ UDLന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏത് പോയിന്റിലാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ആ പോയിന്റിലായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. അപ്പോ ഏത് പോയിന്റിലാണ് ഫോർ എ പ്രോബ്ഡ് cantilever beam carrying UDL throughout its length maximum bending moment വരുന്നത്? സ്റ്റാറ്റിക്കൽ മെത്തേഡിൽ സിമിലർ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമുക്ക് കിട്ടി ഫോർ എ പ്രോബ്ഡ് cantilever beam carrying UDL throughout its length maximum bending moment occurs at a section which is at a distance 0.414 L from the simple support. Okay, so simple support ൽ നിന്നും 0.414 L distance മാറിയിട്ടാണ് maximum bending moment വരുന്നത്. So ആ പോയിന്റിലായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പ്ലാസ്റ്റിക് ഹിഞ്ച് അപ്പോ ഏതൊക്കെ പോയിന്റ്സിലാണെന്ന് കിട്ടി. പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി വരും. പിന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന പോയിന്റിലാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുന്നത്. അപ്പൊ UDL ആണ് വരുന്നതെങ്കിൽ ഏത് പോയിന്റിലാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആ പോയിന്റിലാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. സോ റൈറ്റ് സപ്പോർട്ടിൽ നിന്നും 0.414 L ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റിൽ നമ്മൾ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുന്നു. Deflected diagram will be like this. So deflection അല്ലെങ്കിൽ virtual displacement നമ്മൾ കൊടുക്കുന്നത് B എന്ന സപ്പോർട്ടിൽ നിന്നും 0.414 L ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, then A എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ട്, അതുപോലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന പോയിന്റിലും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. So deflected diagram is shown in this figure. So virtual displacement provide ചെയ്യുമ്പോൾ എയിലെ റൊട്ടേഷൻ θ1, ബിയിലെ θ2, then AC ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും θ1 ആയിരിക്കും ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതുപോലെ BC ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും θ2 ആയിരിക്കും ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. പോയിന്റ് ലോഡ് ആയിരുന്നു ക്യാരി ചെയ്യുന്നതെങ്കിൽ ലോഡ് ഇൻടു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താൽ മതിയായിരുന്നു. ഇനി UDL ആണ് വരുന്നതെങ്കിലോ നിങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് മെത്തേഡിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ UDL ആണ് വരുന്നതെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് UDL ഇൻടു area of deflected diagram will give you the external work done. So here intensity of UDL is W, which is equivalent to WC. Then the area of deflected diagram is
half into deflected diagram triangle ആണ്. So triangle ന്റെ area half into L into delta. Then internal work done is MP into theta 1 plus MP into theta 1 plus theta 2. ഇനി നമ്മൾ external work done ഉം internal work done ഉം equate ചെയ്യാൻ by principle of virtual work. അപ്പോ internal ഉം external work done equate ചെയ്യുമ്പോൾ രണ്ട് സൈഡിലെയും തീറ്റ വാല്യൂ സെയിം ആയിരിക്കണം. ഒന്നുകിൽ രണ്ട് സൈഡും തീറ്റ 1 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് സൈഡും തീറ്റ 2 ആയിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് തീറ്റ 1 കമ്പ്യൂട്ട് ചെയ്യുന്നു ആൻഡ് ഓൾസോ തീറ്റ 2 ഇൻ ടേംസ് ഓഫ് തീറ്റ 1 കമ്പ്യൂട്ട് ചെയ്യുന്നു. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഫ്രം ട്രയാങ്കിൾ ACC dash tan theta 1 is equal to delta divided by AC dash distance is 0.586 L. Theta 1 is equal to delta by 0.586 L. Then delta is equal to 0.586 L into theta 1. Similarly, from triangle BCC dash, delta is equal to 0.414 L theta 2. ഈ രണ്ട് ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. You will get theta 2 is equal to 1.415 theta 1. Okay. അപ്പൊ നമുക്ക് ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് തീറ്റ 1 കിട്ടി, തീറ്റ 2 ഇൻ ടേംസ് ഓഫ് തീറ്റ 1 കിട്ടി. ഓക്കെ. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കുക, ഡെൽറ്റയുടെ വാല്യൂയും ഇൻ ടേംസ് ഓഫ് തീറ്റ 1 ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ തീറ്റ 2 ഉം ഇൻ ടേംസ് ഓഫ് തീറ്റ 1 കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും തീറ്റ 1 കോമൺ ആയിട്ട് വരൂ. സോ ദാറ്റ് നമുക്ക് തീറ്റ 1 ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. So internal work done compute ചെയ്യാം. MP into theta 1 plus MP into theta 1 plus theta 2. Theta 2 in the place 1.415 theta 1 substitute ചെയ്യാം. You will get internal work done as 3.415 MP theta 1. Then apply principle of virtual work. External work done is equal to internal work done. Already external work done നമുക്ക് കിട്ടിയിട്ടുണ്ട്. WC into half L into delta, which is equal to MP into theta 1 plus MP into theta 1 plus theta 2. Then delta ക്ക് in terms of theta 1 value substitute ചെയ്യാം. Delta ക്ക് 0.586 L theta 1 substitute ചെയ്യാം. Internal work done 3.415 MP theta 1 substitute ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തീറ്റ 1 കോമൺ ആയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യുക. Finally, you will get WC as 11.655 MP by L square. So, for a prop cantilever beam carrying UDL throughout its length, collapse load is equal to 11.655 MP by L square. Okay. Similar problem നമ്മൾ statical methodൽ പഠിച്ചിരുന്നു. അപ്പോ similar answer തന്നെയാണ് അവിടെയും കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി നോക്കുക. Okay. Next problem. Determine the collapse load in the fixed beam shown in figure. So, ഇവിടെ ഒരു fixed beam നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ബീമിലെ collapse load determine ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഏതൊക്കെ പോയിന്റിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് നോക്കുക. സപ്പോർട്ട് A ഫിക്സ്ഡ് ആണ്, പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് B ഫിക്സ്ഡ് ആണ്, സോ B പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. Then UDL ക്യാരി ചെയ്യുന്നത് കാരണം മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഏത് പോയിന്റിലാണോ ആ പോയിന്റിലായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. ത്രൂ ഔട്ട് UDL ആണ് ക്യാരി ചെയ്യുന്നത്. ഫിക്സ്ഡ് ബീം ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് സെന്ററിലായിരിക്കും. സോ സെന്റർ പോയിന്റിലായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. Then next step, ഏത് പോയിന്റിലാണോ സ്പാനിലെ ഏത് പോയിന്റിലാണോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് അവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക. അതായത് ഈ സ്പാനിന്റെ സെന്ററിൽ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുക. Draw the deflected diagram. Then mark plastic hinge at A, B and point where maximum bending moment occurs. Then plastic hinge എവിടെയൊക്കെയാണോ വരുന്നത് അവിടെ plastic moment capacity ഉണ്ട്, മാർക്ക് ചെയ്യുക. Find external work done. Since ഈ span UDL ആണ് carry ചെയ്യുന്നത്, so external work done, intensity of UDL into area of deflected diagram. Intensity of UDL is W, which is equal to WC. So WC into half into L into delta. Then find internal work done.
mp into theta 1 plus mp into theta 1 plus theta 2 plus mp into theta 2. Then again നമുക്ക് principle of virtual work use ചെയ്ത് external and internal work done equate ചെയ്യണം. So രണ്ട് സൈഡിലും ഒന്നുകിൽ theta 1 ആയിരിക്കണം അല്ലെങ്കിൽ theta 2 ആയിരിക്കണം. So ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ എല്ലാം theta 1 ന്റെ ടേംസിലാക്കാനായിട്ട് delta in terms of theta 1 കണ്ടുപിടിക്കുക. Then theta 2 in terms of theta 1 compute ചെയ്യുക. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ഓരോ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് ഡെൽറ്റ കമ്പ്യൂട്ട് ചെയ്യാണ്. So from triangle ACC dash delta is equal to L by 2 theta 1 and from triangle BCC dash delta is equal to L by 2 theta 2. ഈ രണ്ട് ഇക്വേഷനിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. You will get theta 1 is equal to theta 2. So your internal work done will be mp into theta 1 plus mp into theta 1 plus theta 2. Theta 2 ന് പകരം theta 1 substitute ചെയ്യുക plus mp into theta 1. That will be 4 mp theta 1. Okay. Then according to principle of virtual work, external work done is equal to internal work done. External work done നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Internal work done എടുത്ത് എഴുതുക. External work done WC into half into L into delta. ഡെൽറ്റയ്ക്ക് പകരം value in terms of theta 1 substitute ചെയ്യാം. Then internal work done ile theta 2 ന് പകരം theta 1 substitute ചെയ്യാം. Since theta 1 is equal to theta 2, simplify ചെയ്യാം. You will get WC as 16 mp by L square. Okay. So ഒരു fixed beam carrying UDL throughout its length, collapse load will be 16 mp by L square. Okay. Next question, determine the collapse load in the fixed beam shown in figure. So figure ഒരു fixed beam തന്നിട്ടുണ്ട്. ഈ fixed beam ന്റെ collapse load determine ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. So solution ലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് collapse mechanism form ചെയ്യണം. So ഏതൊക്കെ പോയിന്റ്സിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സപ്പോർട്ട്സ് കൺസിഡർ ചെയ്യുക. സപ്പോർട്ട് A ഫിക്സ്ഡ് ആണ്. സോ ഫിക്സ്ഡ് സപ്പോർട്ട് Aയിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. Then support B fixed ആണ്. So fixed support B യിൽ plastic hinge form ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, സ്പാനിൽ ഒരു മെക്കാനിസത്തിൽ, ഒരു കൊളാപ്സ് മെക്കാനിസത്തിൽ ഒരു പോയിന്റിൽ മാത്രമേ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യത്തുള്ളൂ. ഇവിടെ രണ്ട് ലോഡ് വരുന്നുണ്ട്. സോ നമുക്ക് രണ്ട് കൊളാപ്സ് മെക്കാനിസം കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് പോയിന്റ് C, അതായത് 1.25 W ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് സിയിലാണ് plastic hinge form ചെയ്യുന്നത്. That is collapse mechanism number 1. So ഏത് പോയിന്റിലാണോ plastic hinge form ചെയ്യുന്നത് അവിടെ ഒരു virtual displacement delta കൊടുക്കുക. Draw the deflected diagram. So 1.25 W എന്ന പോയിന്റിലാണ് plastic hinge form ചെയ്യുന്നത്. So ഞാൻ അവിടെ ഒരു virtual displacement delta കൊടുത്തു. Corresponding ആയിട്ട് deflected diagram വരച്ചു. അതേസമയം W എന്ന മറ്റൊരു ലോഡിലെ D എന്ന പോയിന്റിൽ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ഞാൻ ഡെൽറ്റ 2 എന്ന് മാർക്ക് ചെയ്തു. അപ്പോ ഇവൻ ദോ നമ്മൾ 1.25 W എന്ന ലോഡിലാണ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 1 കൊടുക്കുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂയിലുള്ള ഡിഫ്ലക്ഷൻ ആണ് ഡെൽറ്റ 2. ഓക്കെ. സോ ഏതൊക്കെ പോയിന്റിലാണോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് അവിടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കൊടുക്കുക. സപ്പോർട്ട്സിലെ റൊട്ടേഷൻസ് മാർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്താണ്? ഫൈൻഡ് ദി എക്സ്റ്റേണൽ വർക്ക് ഡൺ. എന്തായിരിക്കും എക്സ്റ്റേണൽ വർക്ക് ഡൺ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ എക്സ്റ്റേണൽ രണ്ട് ലോഡ് ഉണ്ട്. 1.25 ഇൻറ്റു W. കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ ഡെൽറ്റ 1. സോ 1.25 WC ഇൻറ്റു ഡെൽറ്റ 1. Then next load W, deflection delta 2. So WC into delta 2. So total external work done will be 1.25 WC delta 1 plus WC into delta 2. Then internal work done will be MP into theta 1 plus MP into theta 1 plus theta 2 plus MP into theta 2. ഇനി നമുക്ക് ഡെൽറ്റ 1, ഡെൽറ്റ 2 ഉണ്ട്, തീറ്റ 1 ഉണ്ട്, തീറ്റ 2 ഉണ്ട്. ഒന്നുകിൽ എല്ലാം തീറ്റ 1ന്റെ ടേംസിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എല്ലാം തീറ്റ 2ന്റെ ടേംസിൽ എടുക്കുക. ഓക്കെ. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ട്രയാങ്കിൾ ACC
c dash കൺസിഡർ ചെയ്യുന്നു. അവിടെ നിന്നും എനിക്ക് delta 1 is equal to 0.2 L theta 1 എന്ന് കിട്ടുന്നു. Then triangle BCC dash കൺസിഡർ ചെയ്യുന്നു. അവിടെ നിന്ന് delta 1 is equal to 0.8 L theta 2 എന്ന് കിട്ടുന്നു. So ഈ രണ്ട് ഇക്വേഷനിലെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോമൺ ആണ്. So റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. You will get theta 2 is equal to 0.25 theta 1. So theta 2 in terms of theta 1 നമുക്ക് കിട്ടി. ഇനി delta 1 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. delta 2 കൂടെ കണ്ടുപിടിക്കണ്ടേ? So for that consider right angle triangle BBD dash. അവിടെ നിന്നും theta 2 is equal to delta 2 divided by 0.25 L എന്ന് കിട്ടും. So delta 2 is equal to 0.25 L into theta 2. ഇനി delta 2 നെ നമുക്ക് theta 1 ടേമിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? theta 2 ന് പകരം 0.25 theta 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. Okay. Then internal work done എഴുതുക. MP into theta 1 plus MP into theta 1 plus theta 2 plus MP into theta 2. theta 2 ന് പകരം നമുക്ക് 0.25 theta 1 കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. You will get internal work done as 2.5 MP theta 1. ഇനി external work done calculate ചെയ്യുക. 1.25 WC into delta 1 plus WC into delta 2. delta 1 ന് നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. delta 2 നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. delta 1 in terms of theta 1 ആണ് കിട്ടിയിരിക്കുന്നത്. delta 2 in terms of theta 2 ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ theta 2 നെ നമുക്ക് 0.25 theta 1 എന്ന് എഴുതിക്കൂടെ? So theta 2 ന് പകരം 0.25 theta 1 എന്ന് എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. You will get external work done as 0.3125 WCL into theta 1. ഇനി internal work done, external work done കിട്ടി. Principle of virtual work apply ചെയ്തൂടെ? According to principle of virtual work, external work done is equal to internal work done. So external work done നമുക്ക് 0.3125 WCL theta 1 എന്ന് കിട്ടി. Internal work done 2.5 MP theta 1 എന്ന് കിട്ടി. രണ്ട് സൈഡും theta 1 കോമൺ ആയിട്ടുണ്ട്. ക്യാൻസൽ ചെയ്ത് പോകും. Finally you will get WC is equal to 8 MP divided by L. So first collapse mechanism നമുക്ക് WC 8 MP by L എന്ന് കിട്ടി. ഇനി അടുത്ത collapse mechanism കൺസിഡർ ചെയ്യാം. ആദ്യം നമ്മൾ 1.25 W C എന്ന പോയിന്റിലായിരുന്നു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് മെക്കാനിസത്തിൽ എന്ത് ചെയ്യാം? W എന്ന ലോഡിന് താഴെ അല്ലെങ്കിൽ D എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. സോ D എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുകയാണെങ്കിൽ D എന്ന പോയിന്റിൽ ഞാൻ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 2 കൊടുക്കുകയാണ്. D എന്ന പോയിന്റിൽ W ന് ഞാൻ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 2 കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ആയി C എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ് ഡെൽറ്റ 1. ഓക്കെ. സോ കൊളാപ്സ് മെക്കാനിസം 1 എങ്ങനെ ചെയ്തു? സെയിം തന്നെയാണ്. കൊളാപ്സ് മെക്കാനിസം 2 ഫസ്റ്റ് ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. 1.25 WC into delta 1 plus WC into delta 2. Then internal work done MP into theta 1 plus MP into theta 1 plus theta 2 plus MP into theta 2. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡെൽറ്റ 1 കമ്പ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ 2 കമ്പ്യൂട്ട് ചെയ്യുക, അതുപോലെ തീറ്റ 2 ഇൻ ടേംസ് ഓഫ് തീറ്റ 1 കമ്പ്യൂട്ട് ചെയ്യുക. തൊട്ട് മുന്നേ ചെയ്ത സെയിം വാല്യൂസ് എടുത്ത് എഴുതരുത്, ഇവിടെ ചേഞ്ച് വരും. സോ ഫസ്റ്റ് ട്രയാങ്കിൾ എ ഡി ഡി ഡാഷ് കൺസിഡർ ചെയ്യുക. അവിടെ നിന്നും ഡെൽറ്റ 2 is equal to 0.75 L തീറ്റ 1 എന്ന് കിട്ടും. Then consider triangle B D D dash. അവിടെ നിന്നും delta 2 is equal to 0.25 L theta 2 എന്ന് കിട്ടും. So ഈ രണ്ട് ഇക്വേഷനിലെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. You will get theta 2 is equal to 3 theta 1. Then from triangle ACC dash delta 1 compute ചെയ്യുക. So you will get delta 1 as 0.2 L theta 1. Okay, അപ്പോൾ നിങ്ങൾക്ക് theta 2 in terms of theta 1 കിട്ടി, delta 1 കിട്ടി, delta 2 കിട്ടി in terms of theta 1. Okay. ഇനി എന്ത് ചെയ്യാം? Internal work done is equal to MP into theta 1 plus MP into theta 1 plus theta 2 plus MP into theta 2. Theta 2 ന് പകരം 3 theta 1 substitute ചെയ്യുക. Simplify ചെയ്യുക. You will get internal work done as 8 MP theta 1. Similarly, external work done compute here 1.25 WC delta 1 plus WC into delta 2.
ഡെൽറ്റ 1നും ഡെൽറ്റ 2നും ഇൻ ടേംസ് ഓഫ് θ1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ 1ന് പകരം 0.2 L θ1 ആൻഡ് ഡെൽറ്റ 2ന് പകരം 0.75 L θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. You will get external work done as WC L θ1. Then, according to principle of virtual work, internal and external work done equate ചെയ്യുക. WC L θ1 is equal to 8 MP θ1. From that equation, you will get WC is equal to 8 MP by L. Okay. So, ശ്രദ്ധിക്കുക, ഈ കേസിൽ രണ്ട് കൊളാപ്സ് മെക്കാനിസം ഉണ്ട്. ഓരോ കൊളാപ്സ് മെക്കാനിസത്തിലെ കൊളാപ്സ് ലോഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഓരോ കൊളാപ്സ് മെക്കാനിസത്തിലെയും കൊളാപ്സ് ലോഡ് അനലൈസ് ചെയ്യുക. ലീസ്റ്റ് വാല്യൂ ആയിരിക്കും ആ സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ രണ്ട് മെക്കാനിസത്തിലെയും കൊളാപ്സ് ലോഡ് സെയിം ആയിട്ടാണ് വന്നത്. സോ ദി കൊളാപ്സ് ലോഡ് ഓഫ് ദി സ്ട്രക്ചർ ഈസ് WC is equal to 8 MP by L. രണ്ട് കൊളാപ്സ് മെക്കാനിസത്തിലെയും കൊളാപ്സ് ലോഡ് സെയിം ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത് will be 8 MP by L. ഓക്കെ, ഇപ്പൊ രണ്ട് മെക്കാനിസത്തിലും ഡിഫറെന്റ് കൊളാപ്സ് ലോഡ് ആണ് കിട്ടിയിരുന്നതെങ്കിൽ least load will be the collapse load of the structure. അപ്പൊ എടുത്തെഴുതണം. ഡിഫറെന്റ് മെക്കാനിസംസ് വരുന്ന കേസിൽ കൊളാപ്സ് ലോഡ് ഓഫ് സ്ട്രക്ചർ കൃത്യമായി എടുത്തെഴുതണം. 2 മാർക്ക് ഉള്ളതാണ്. സോ അത് എടുത്തെഴുതാൻ മറക്കരുത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡിഫറെന്റ് കൊളാപ്സ് മെക്കാനിസംസ് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ കൈനമാറ്റിക് മെത്തേഡിലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഈ പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.